അപ്പൊ തനിക്കുണ്ടോ ഫ്ലാഷ് ബാക്ക്? ഒരു 5-6 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു പൃഥ്വിരാജിന്റെ ഒരു ചിത്രം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ. അന്ന് ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ പൃഥ്വിരാജ് ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ പോകും. ആ സമയത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന 3 സിനിമകൾ വളരെ പെട്ടെന്ന് ഇല്ലാതായി. ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോ കൂകിയാൽ നീ പറയണ്ട ഇവിടെ. അതാണ് മലയാള സിനിമയ്ക്ക് എന്നെ വേണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് തന്നെ ആയാലും എനിക്ക് മലയാള സിനിമയെ വേണം. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം.